ഈ നമ്മുടെ നാട്ടിലെ ചാനലുകളുടെ എല്ലാം ഫേസ്ബുക്കിൽ കൊടുത്ത വാർത്തകളും അവയുടെ കാർഡുകളും ഒക്കെ മെറ്റ റിമൂവ് ചെയ്തു. ഇതിന് പിന്നിൽ വി ഡി സതീശനാണെന്ന് പറഞ്ഞ് വ്യാപക പ്രചരണം ഇവർ അഴിച്ചുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയ തെറിവിളിയായിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ളതാണ് നീക്കിയത്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളാരും ഇതിനൊന്നിനും പോയിട്ടില്ല. ഞങ്ങൾ എൻ്റെ പോസിറ്റീവായിട്ടുള്ളത് നീക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കുള്ള ഇൻസ്റ്റാ പേജ് പോലും തിരികെ കൊടുത്തിട്ടില്ല. അതെ, മുഖ്യമന്ത്രിയുടെ ഇൻസ്റ്റാ പേജ് പോലും തിരികെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ, ന്യൂസ് മലയാളം, ബിഗ് ടി വി, കൈരളി, ഈ 4 ചാനൽ ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് 4 എണ്ണം ഒറ്റ അഡമന്റ് സ്റ്റാൻഡ് നിൽക്കുകയാണ്. ഇത് ഇയാൾ മാറ്റിയതാണ്, സതീശൻ മാറ്റിയത്. ഇന്നലെ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകും. അത് കണ്ടായിരുന്നു. പോലീസ് ഒരു കാര്യം പുറത്തു വിടുന്നു. മെറ്റയുടെ AI തകരാറ് കാരണം വന്നതാണ് ഈ സംഭവം. AI-യിലൂടെയാണ് ഇവർ നീക്കം ചെയ്യുന്നത്. അവരുടെ AI-യിൽ ആശയക്കുഴപ്പം വന്നപ്പോൾ വന്നതാണ്. പിന്നീട് ഈ ചാനലുകളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പരാതി ഉന്നയിച്ചപ്പോൾ അവരത് റിവോക്ക് ചെയ്തിട്ട് അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു എന്നുള്ളത് അവർ പറഞ്ഞു. അത് പോലീസ് പറഞ്ഞു. എല്ലാ ചാനലുകളും വാർത്തയാക്കി. ഇന്നലെ വീണ്ടും ഒരു പുതിയ വാർത്തയുമായിട്ട് ഇവർ രംഗത്ത് വരും. ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ എല്ലാവരും പറഞ്ഞത് കള്ളം. ഇവർ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. മെറ്റ ഞങ്ങൾക്ക് മറുപടി തന്നിരിക്കുന്നു, പ്രാദേശിക ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടാണ് ഇത് നീക്കിയതെന്ന്. അപ്പോൾ ആര് പറഞ്ഞിട്ട് നീക്കി, എങ്ങനെ നീക്കി, ഇതിനുവേണ്ടി പോലീസ് ഇടപെട്ടോ, സതീശ ഇടപെട്ടോ? ഭയങ്കര ചർച്ചയാണ്, വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇതിനെ വെച്ച് സതീശൻ്റെ ചർച്ച ചെയ്യണം. അപ്പോൾ പാവപ്പെട്ട ഈ സതീശൻ ഇതിൻ്റെ പേര് നാട്ടുകാരെ മുഴുവൻ തെറി കേട്ടോണ്ടിരിക്കുകയാണ്. ഈ സഖാക്കന്മാർ വന്ന് സതീശനെ തെറി വിളിക്കുന്നു, ബ്രിട്ടാസ് വരുന്നു, മറ്റേ ഇങ്ങേര് പിന്നെ ക്യാന്യു റഹീം വരുന്നു, അപ്പം ഗോവിന്ദൻ വരുന്നു, പിണറായി വിജയൻ വരുന്നു, പിന്നെ ഒരു കൊച്ചു പയ്യൻ 10-12 വയസ്സുള്ള പയ്യൻ കുട്ടി സഖാവെന്നും പറഞ്ഞ് പേര് അത് പോയെന്നും പറഞ്ഞു വരുന്നു. അതൊക്കെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെതിരാണ്. എന്നിട്ട് ഇന്നലെ ഇവരങ്ങ് കത്തിക്കയറും. മറ്റു ചാനലുകളെല്ലാം വ്യാജ വാർത്ത കൊടുത്തു, സതീശനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശ്രമമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വലിയ ബഹളം. ഇന്ന് രാവിലെ ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു. സഹയോഗം എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വകയാണ്. ഈ സഹയോഗിൽ ഏത് സർക്കാരോ എവിടെ നിന്ന് ആരെങ്കിലുമോ റിപ്പോർട്ട് ചെയ്താൽ അങ്ങനെ ഈ വാർത്തകൾ നീക്കം. കഴിഞ്ഞ 3 മാസത്തിനിടെ 2 ലക്ഷം പോസ്റ്റുകൾ മെറ്റ നീക്കം ചെയ്തു. മെറ്റ നീക്കം ചെയ്തത്, അതിനകത്ത് വേറെ രസമുണ്ട്. ഇതിൻ്റെ AI വിഭാഗമാണ് ഇത് നീക്കം ചെയ്തത്. ഇത് അവർക്ക് നോട്ടമേ ഇല്ല. ഇത് നീക്കം ചെയ്തങ്ങ് പോവാണ്. സ്വയം നീക്കം ചെയ്യുന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പിന്നെ ഇതാണ് സഹയോഗ് എന്ന് പറയുന്നത്. ആ കേന്ദ്ര സർക്കാരിന്റെ അനുകൂലമായ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തില്ലേ? അതായത് നരേന്ദ്രമോദി വീഡിയോ പോലും പോയില്ലേ? നരേന്ദ്രമോദി അന്നേരമാണല്ലോ കേന്ദ്ര സർക്കാർ യുവമാരെ വിളിച്ചു വരുത്തിയത്. മെറ്റാ പ്രതിനിധി ഒന്ന് മാപ്പ് പറഞ്ഞില്ല. അതെ, അതാരാണ് നീക്കം ചെയ്യിച്ചത്? സതീശനാണോ അതോ പിണറായി വിജയനാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴ്നാട് ഭരിക്കുന്ന വിജയ് ആണോ? ഇവർ കോൺഗ്രസ് ഭരിക്കുന്ന പിന്നെ തെലങ്കാനയാണോ അതോ മറ്റേ ആന്ധ്രയാണോ കർണാടകയാണോ? ഈ എല്ലാം നിങ്ങൾ നോക്ക്. അതെങ്ങനെ നീക്കം ചെയ്തു? അതാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് ഞങ്ങളുടെ AI സിസ്റ്റത്തിൽ വന്ന തകരാറാണ് എന്ന് അവർ പറഞ്ഞു. അതാണ് കേരള പോലീസ് ഇവിടെ അറിയിച്ചത്. ആ വാർത്ത കൊടുത്തപ്പോൾ അത് വ്യാജ വാർത്തയാണെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ഈ ഡൽഹിയിൽ ജൻസികളുടെ സമരം നടന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ കുറേ പോയിട്ടുണ്ട്. ഇതെല്ലാം മനഃപൂർവ്വം കേന്ദ്ര സർക്കാർ ചെയ്യിച്ചു അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്തു എന്നുള്ള ഒരു നെറേറ്റീവാണ് ഇവർ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ ഈ 2 ലക്ഷം അക്കൗണ്ടുകളിലെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തു എന്ന് വന്നപ്പോൾ ഇവർ വേറൊരു രീതിയിൽ അതിനകത്ത് ഇവർ പറയുന്നുണ്ട്, മെറ്റ പറയുന്നുണ്ട്, പ്രാദേശിക സർക്കാരുകൾ പോലീസ് മുഖേന പരാതിപ്പെടുന്ന ഈ പോർട്ടലിലേക്ക് പരാതിപ്പെടുന്ന വാർത്തകൾ മാറ്റിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് സതീശന് അനുകൂലമായ വാർത്തയുണ്ട്, നരേന്ദ്രമോദിക്ക് അനുകൂലമായ വാർത്തയുണ്ട്, ഈ പറയുന്ന നാട്ടുകാർ ഭരിക്കുന്നിടത്തെ എല്ലാം വാർത്തയുണ്ട്. അപ്പോൾ ഇതാര് നീക്കം ചെയ്യും? സതീശന് അനുകൂലമായ വാർത്ത നീക്കം ചെയ്യും. ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലാണ് പോലീസ്. പോലീസ് വിചാരിച്ചെങ്കിലേ സതീശനെതിരായ വാർത്തകളും അനുകൂലമായ വാർത്തകളും നീക്കം ചെയ്യാൻ അവർക്ക് അങ്ങോട്ട് പരാതി കൊടുക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയ ഏറ്റവും ഫോളോവേഴ്സ് ഉള്ളത് ഒരു രാഷ്ട്രത്തലവൻ നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ വീഡിയോ വരെ പോയി. അപ്പോൾ എന്താണ് ഇവർ പറഞ്ഞുകൊണ്ട് വയ്ക്കുന്നത്? ഇത് മെറ്റയ്ക്കൊരു കിളി പോയി നിൽക്കുകയാണ്. അവർക്ക് എന്ത് നീക്കണം, ഏത് നീക്കണമെന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല. കാരണം അവർ അമേരിക്കൻ കമ്പനി, അവർക്ക് ഇന്ത്യയിലെ പൊളിറ്റിക്സും അറിയില്ല, ഇവിടുത്തെ വർഗീയതയെ അറിയത്തില്ല, ഇവിടുത്തെ ഭരണകൂടത്തെ അറിയത്തില്ല, ഇവിടുത്തെ നേതാക്കളെ അവർക്കറിയില്ല. അവരതിനൊരു കമാൻഡ് ഇട്ടിരിക്കുന്നത് ഒരു AI ടൂളിനാണ് കൊടുത്തിരിക്കുന്നത്. ഈ AI ടൂളിന് ഒരു കമാൻഡ് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനോട് സമാനമായിട്ടുള്ള സംഭവം മൊത്തം അങ്ങനത്തെ അല്ലാതെ ഒരിക്കലും അത് പിന്നീട് പരാതി ചെല്ലുമ്പോൾ അവർ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അത് പുനഃസ്ഥാപിക്കും. അവരപ്പോഴും പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ AI ടൂളിൽ വന്ന തകരാറാണ്, തകരാറ് സംഭവിക്കുക. നമ്മൾ AI പോയിട്ട് അല്ലെങ്കിൽ ജെമിനിയിൽ പോയിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ പേരടിക്കുകയാണെങ്കിൽ അതിൽ ഫോർമർ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എന്നാണ് ഇപ്പോഴും വരാറുള്ളത്. അതെ,
ഇത് സ്വാഭാവികം മാത്രമാണ്. നമ്മൾ എയുടെ സഹായം തേടിയാൽ പോലും നമ്മളിത് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാതെ ഒരു കാര്യത്തെക്കുറിച്ച് ആധികാരിക അഭിപ്രായം പറയരുത്. ഇത് പലരും പറഞ്ഞു അത് ഞങ്ങൾ ഇത് നോക്കി അപ്പോൾ ജെമിനി പറഞ്ഞു അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ കൃത്യമായി അതിന് വേറെ സോഴ്സ് ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങൾ വേറെ അതൊന്ന് വെരിഫൈ ചെയ്യണം. അതല്ലാതെ മെറ്റ പറഞ്ഞു ഇത് കണ്ടു ജെമിനി കണ്ടു അത് ശരിയാണെന്ന് വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾ കഴിഞ്ഞ ദിവസം എന്നോട് ആര് തർക്കിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ പറഞ്ഞു അത് ഞാനത് ജെമിനി കൊടുത്ത് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടാലോ എന്ന് പറഞ്ഞു. ഇതിനകത്തൊരു കാര്യം ചെയ്യേണ്ടത് കേരള സർക്കാർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സത്യം പുറത്തു വരട്ടെ. അന്നേരം നമുക്കറിയാം സതീശൻ പോസ്റ്റ് മുക്കാൻ പറഞ്ഞോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊക്കെ പോസ്റ്റാണ് മുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ പറയുന്ന വാർത്തകളിൽ പലതും മറ്റു മാധ്യമങ്ങളും കൊടുത്തിട്ടുള്ളത് ഉണ്ട്. പിന്നെ ഇവർ കൊടുത്തിരിക്കുന്ന ദുഷ്ടലാക്കോടെ കൊടുത്തിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്. അതൊരു പക്ഷേ ഇവർ ഇന്ന് പോലീസിൽ കൊടുത്തതാണ്. അല്ലാതെ ഇദ്ദേഹത്തെ കള്ളനാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ പലപ്പോഴും ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വന്നിട്ട് സ്ത്രീകളെയൊക്കെ അസഭ്യം വിളിക്കുന്ന സംഗതിയൊക്കെ ഉണ്ട്. ഒരുപാട് പച്ചത്തെറി വിളിക്കുന്നതൊക്കെയാണ്. അവർ പരാതി കൊടുത്തതാണ്. അത് മാത്രമല്ല ഇവർ വ്യാജ നറേറ്റീവ് ഉണ്ടാക്കി വിട്ടു. ഈ ഇടയ്ക്ക് കയറിപ്പോയായിരുന്നു. ഇല്ല, തലക്കടി കിട്ടിയതിന് ശേഷം ഇവർ കയറിപ്പോയതായിരുന്നു ഈ ഇത്രയും വലിയ പരാജയം സമ്മതിച്ചതിന് ശേഷം. ഇപ്പൊ വീണ്ടും ഇവർ ഈ സാധനം പൊക്കിക്കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം നികേഷ് കുമാർ വന്നിട്ട് ആധികാരികമായിട്ട് പറയുന്നുണ്ട് സതീശൻ നീക്കം ചെയ്തത്. കിണർ ഗോലുവിനെ നമുക്കറിയാം. ഇപ്പോഴാണ് കിണർ ഗോലുവിന്റെ തനിനിറം പുറത്തു വരുന്നത്. ആൻഡോ അഗസ്റ്റിൻ പ്രദേശിന്റെ മുട്ടിൽ മരമുറി അടക്കം സകല ഉടായ്പിനും ചുക്കാൻ പിടിച്ചിരുന്ന ഒരാളായിരുന്നു ഈ നികേഷ്. യുവമാരെ താങ്ങി പിടിച്ചുകൊണ്ട് നടന്ന ഒരാളായിരുന്നു ഈ യഥാർത്ഥ മുൻ 2015-14 തൊട്ട് യുവമാരാണ് ഇവന് ചെലവിന് കൊടുത്തോണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. പണ്ട് ഈ ജട്ടിയിട്ട് ഇവന്മാരെ ജയിലിലിട്ടിരുന്നു. മാംഗോ ഫോണിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ അവിടെ നിന്ന് കോട്ടൺ സൂട്ട് ഇട്ട് ഇന്നവന്മാരെ വിളിച്ചോണ്ട് വന്നു. അവിടെ വന്നപ്പോൾ മുട ഇറക്കി. ഈ അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് മുട ഇറക്കി ഊരാന്ന് പറഞ്ഞു എല്ലാം ഊച്ച്. അവസാനം ഒരു ജട്ടിയും ബനിയൻ പോലും ഇടിച്ച് ജട്ടി ഇടിപ്പിച്ച് ലോക്കപ്പിലിട്ടു. ലോക്കപ്പിലിട്ടപ്പോൾ ഇവരെ ഇറക്കാൻ വന്നത് നികേഷ് കുമാറാണ്. ഈ നിൽക്കുന്ന മുതലുകളാണ് എനിക്ക് ചെലവിന് തരുന്നതെന്നാണ് ഇയാൾ എന്ന് പറഞ്ഞത്. കാരണം അവന്മാരെവിടെങ്കിലും ചെന്ന് തട്ടിച്ചോണ്ട് വന്ന് നികേഷ് കുമാറിന് ചെലവിന് കൊടുക്കും. മാത്രമല്ലെന്നേ നമ്മുടെ നാട്ടിൽ മാധ്യമരംഗത്ത് ശമ്പളം കൊടുക്കാതെ പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കാമെന്ന് ആ ഒരു ക്രൂരമായ സമ്പ്രദായം തുടങ്ങി വെച്ച ആളാണ് ഗോലു. ഞാനും പണ്ട് ഇവിടെ പോയിട്ടുള്ള ഇന്ത്യ വിഷയം ഞാനും പോയിട്ടുള്ളതാണ്. അവസാനം എന്നോട് അവിടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ വരരുത്, ശമ്പളം കിട്ടില്ല. പക്ഷെ നല്ല ഒരു ചാനലായിരുന്നു. അത് മനസ്സിലായല്ലോ. ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ട് ഈ പാവപ്പെട്ട പിന്നെ ഡോക്ടർ എം കെ മുനീറിന് ഈ ദുരന്തം സംഭവിച്ചു എന്നുള്ള മനസ്സിലായല്ലോ. ഇതുപോലുള്ള മുനീറിന്റെ രാഷ്ട്രീയ ഭാവി പോലും തകർത്തുകളഞ്ഞു. സത്യത്തിൽ അത് എന്തായിരുന്നു? മുനീർ ഒരു കാലത്തിൽ ഇടപെടില്ലായിരുന്നു. നമ്മൾ കിണർകോലും അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. കിണർകോലും അങ്ങ് വിളയാടി അവസാനം പണി കൊടുത്തു. സേഫ് ആയിട്ട് അവിടെ നിന്നെടുത്ത് അപ്പുറത്തെ ചാനലിൽ സ്വന്തമായിട്ട് ഒരു ചാനൽ അങ്ങ് തുടങ്ങി. അതും വിറ്റ് കാശാക്കി സുഖം. അതാണ് ഇപ്പോഴും ഈ ചാനൽ നികേഷ് കുമാറിന്റെ പേരിൽ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവർക്ക് ലക്ഷ്യം ഇപ്പം എന്താണ്? അവരുടെ മെസ്സി വിവാദം ആളിക്കത്താതെ നോക്കണം. മെസ്സി വിവാദം പതുക്കെ ഇല്ലാതാകും. അതിനു വേണ്ടിയുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. അത് പതുക്കെ ഇല്ലാതാകും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സർക്കാർ ഇവന്മാരെ കുരുക്കുമെന്നോ ഒന്നും ചെയ്യാൻ CPM മൊത്തം ഇറങ്ങിയിരിക്കുകയല്ല. മാത്രമല്ല ഇവരെയൊക്കെ പറ്റിച്ചിട്ടുണ്ട്. ഇവരിൽ പലർക്കും UDF മെമുതിർന്ന പലർക്കും ഇവന്മാരുമായിട്ട് ബന്ധമുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഇവന്മാരെ BJP-യുമായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, മെറ്റയുടെ AI ടൂളിൽ കിട്ടിയ നിർദ്ദേശം അനുസരിച്ചാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ഇത്രത്തോളം വ്യാപകമായ പോസ്റ്റുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ടൂളിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. അല്ലാതെ ട്രീ കട്ടർ പറയുന്നത് കേട്ടുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും വിശ്വാസമില്ലാത്തവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ദയവായി ഒരു കാര്യത്തിൽ അല്ല ഇനി മെറ്റ പറയട്ടെ ഇവിടുന്ന് കേരള പോലീസാണ് കൊടുത്തത് സതീശിനെതിരെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ നിമിഷം അതിനെതിരെ പ്രതികരിക്കും.